എനിക്കുള്ള യോഗം ഇനി വേറെ ഒരു അമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ പോയ മാതിരി ഞാൻ ആർക്കും ഉണ്ടാവരുത്. അത്ര വേദനിച്ചിട്ടാണ് ഞാനിത് പറയണത്. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ, ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ. ഈ അമ്മക്ക് വന്ന ഗതികേട് ഇനി ഒരു അമ്മക്കും വരാൻ പാടില്ല. അവളെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അവളെ വെറുതെ വിടരുത്. ഈ അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും നാട് മൊത്തം കണ്ണീരിലാഴ്ത്തി ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവനെടുത്ത അവളാണ്. അവൾ കൊന്നുകളഞ്ഞു ആ മനുഷ്യനെ. ഞാനും ഒരു സ്ത്രീയാണ്, ഞാനും ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. റഷ് കാണുമ്പോൾ നമ്മളങ്ങ് മാറി നിൽക്കുക. ഞാനെല്ലാം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ തിരക്കുണ്ടാകുമ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ ഇപ്പുറം വന്നിട്ട് നിൽക്കും. കാരണം ടച്ച് ചെയ്തു പോകും. കാരണം എന്താ, ബ്രേക്ക് പിടിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ശരീരത്തോ എല്ലാം മുട്ടിപ്പോവും. അത് സ്വാഭാവികമാണ്. പിന്നെ എന്തെങ്കിലും അരുതാത്തത് കാണുമ്പോൾ നമ്മൾ അന്നേരം പ്രതികരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ളവരോട് പറയണം. അല്ലെങ്കിൽ കണ്ടക്ടറോട് പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യണം. അല്ലാതെ റിച്ചിന് വേണ്ടി ഫോണും തൂക്കി പിടിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ ഇല്ലാതാക്കുകയല്ല വേണ്ടത്. ഇവളെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക തന്നെ വേണം. തക്കതായ ശിക്ഷ ഇവൾക്ക് കൊടുക്കണം. വിനീതമായി എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നമ്മൾ കുറേ സ്ത്രീകളുടെ അഭ്യർത്ഥനയാണ്. ഇതുപോലെ ആണുങ്ങൾക്കും ജീവിക്കണ്ടേ, ആണുങ്ങൾക്കും ബസ്സിൽ കയറണ്ടേ, ആണുങ്ങൾക്കും ബസ്സിൽ യാത്ര ചെയ്യണ്ടേ. എൻ്റെ ഒരു ഇത് ഞാൻ പറയാം, ആണിനും പെണ്ണിനും തുല്യമായ നീതി ലഭിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ നിങ്ങളോട് കേണപേക്ഷിക്കുകയാണ്.